എല്ലാ അഭിമുഖ പരിപാടിയിലേക്ക് സ്വാഗതം. അടിമുടി കലാകാരനായ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. വാസുവേട്ടൻ. വാസുവേട്ടൻ പെയിന്റിങ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, പിന്നെ ശില്പം ചെയ്യും, അഭിനയിക്കും, പിന്നെ അതിന്റെ കൂടെ ഗംഭീരമായിട്ട് എഴുതും. ഇതെല്ലാം തികഞ്ഞ പൂർണ്ണമായിട്ടും കലയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് വാസുവേട്ടനോട് സംസാരിക്കാം. വാസുവേട്ട, നമസ്കാരം. നമസ്കാരം റഷീദ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈ ഒരു പരിപാടിയിലേക്ക് വണിക്കർ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ അഭിമുഖം പരിപാടിയിലേക്ക് അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചതിന് റഷീദിനും അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ ഇതിൽ ഇപ്പോ പങ്കെടുക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അതുപോലെ സ്നേഹവും അറിയിക്കുകയാണ്. വാസുവേട്ടൻ ആദ്യമായിട്ട് വരച്ചത് എന്നാ? സ്വാഭാവികമായിട്ടും വീട്ടിന്റെ ചുമരിലൊക്കെ ആയിരിക്കും. വീട്ടുകാർ അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? അതിന്റെ കൂടെ തന്നെ വീടിനെ കുറിച്ചും കൂടിയേ, അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, അവരെ കുറിച്ചുകൂടി ഒന്ന് ജസ്റ്റ് പറയൂ. ഓക്കെ. അച്ഛൻ, അമ്മ, എനിക്ക് 4 ഇളയ സഹോദരങ്ങളായിരുന്നു. അപ്പം അച്ഛൻ എനിക്കൊരു 6 വയസ്സല്ല 6 ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. പിന്നെ കുടുംബത്തിന്റെ ഒരു ബാധ്യത കൂടി എൻ്റെ തലയിൽ വരികയാണ്. എൻ്റെ ഇളയതാണ് 2 സഹോദരിമാർ, 2 സഹോദരന്മാർ. അപ്പം പിന്നീടുള്ള ലൈഫ് തന്നെ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയത്. ആദ്യമായിട്ട് വരച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ അന്ന് പഠിപ്പിക്കുന്ന കാലത്ത് അധ്യാപകര് ചിത്രങ്ങൾ കാണിച്ചായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആന എന്ന് പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന സമയത്ത് ആനയുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ കാർഡ്ബോർഡിന്റെ മോഡൽ പിക്ചർ ഉണ്ടാവുമായിരുന്നു, അത് കാണിക്കും. അതുപോലെ തന്നെ പനയാണെങ്കിൽ പന, അങ്ങനെ ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു. പിന്നെ സ്കൂളിൽ നിന്ന് ഇപ്പം ബോർഡിന്റെ അടിയിൽ വീണ് കിടക്കുന്ന ചെറിയ ചോക്കിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വീടിന്റെ ചുമര്, ആ ചുമരിന് ആദ്യകാലങ്ങളിൽ നമ്മുടെ ചുമരിനൊക്കെ ഒരു കുറ്റിയകരം എന്ന് പറയുന്നത്, കുറ്റിയകരം എന്ന് പറയും. അത് പെയിന്റ് അല്ല, കറുത്തൊരു ഇത് ചിരട്ടക്കരിയൊക്കെ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നൊക്കെ. അപ്പൊ ബ്ലാക്ക് ബോർഡിന്റെ അതേ സംഗതി. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് വരക്കൽ തുടങ്ങിയത്. പിന്നെ സ്ലേറ്റിലും വരച്ചിട്ടുണ്ട്. സ്ലേറ്റിൽ വരച്ചാണ് കുറച്ചുകൂടി നന്നായി വരയ്ക്കാനാണ് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടാവും. പിന്നെ അമ്മ പറയും, മയക്കാൻ പറയും, പിന്നെയും വരക്കും. ഇങ്ങനെയൊക്കെയാണ്. അച്ഛനും ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛന് എന്റെ ചിത്രങ്ങളൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അച്ഛന് വളരെ ചെറിയ തന്നെ ഞങ്ങളെ വിട്ടുപോയതാ. അതൊരു വലിയ സങ്കടം. വീട് എന്ന് പറയുന്നത് വീട് വാണിമേല് MUP സ്കൂളിന്റെ അടുത്ത് തന്നെയായിട്ടായിരുന്നു എന്റെ വീട് വരുന്നത്. വെച്ചാൽ നമ്മളെ PV അഹമ്മദ് മാഷ്, പണിക്കരോട്ടിൽ അഹമ്മദ് മാഷൊക്കെ വീടിന്റെ തൊട്ടായിട്ട്. വാണിമേൽ MUP സ്കൂളിൽ പഠിക്കുമ്പോഴാണോ ശരിക്കും എനിക്ക് വരക്കാൻ പറ്റുന്ന ആദ്യമായിട്ട് മനസ്സിലാവുന്നത്? അപ്പൊ അന്ന് അതിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രചോദനവോ സഹായിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് തന്നെ വാസുവേട്ടൻ മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, MUP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മത്സരങ്ങളിൽ പുറത്തൊന്നും പോയിട്ടില്ല. അവിടെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനം കിട്ടുന്നത്. സ്കൂൾ തലത്തിൽ നടത്തിയ ഒരു മത്സരമായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് സ്കൂളിന്റെ ഒരു 50ാം വാർഷികമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. നല്ലൊരു വലിയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു ഫംഗ്ഷൻ വെച്ചാണ് അതിന്റെ സമ്മാനം എനിക്ക് ആ വേദിയിൽ വെച്ച് കിട്ടുന്നത്. അത് വലിയൊരു ആഹ്ലാദം ഉണ്ടാക്കുന്ന സംഭവം. അപ്പൊ അന്നൊരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാമെന്നായിരുന്നു. ഇഷ്ടമുള്ള വരയ്ക്കുന്നത് വരച്ചിട്ട് പേരെഴുതണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പേരെഴുതണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു ലോറിന്റെ പുറത്തൊരാൾ നിൽക്കുന്നതൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചിത്രം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ പുറത്ത് നിൽക്കുന്ന ആളെ പേര് ഞാൻ എഴുതിയിരുന്നു. പുറത്ത് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു ലോറി പണിയെടുക്കുന്ന ആളുണ്ടായിരുന്നു. അയാളെ പേര് ഞാൻ എഴുതിയിരുന്നു. അപ്പൊ അത് കണ്ടിട്ടന്ന് മാഷ് ചിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആ സമ്മാനമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത്. അപ്പൊ ആ സമ്മാനം മേടിച്ച് ഞാൻ സ്റ്റേജിൽ നിന്ന് പുറത്ത് വന്ന് താഴെ വന്ന്
അന്ന് ഓല ചീന്തുകൾ നിലത്തിങ്ങനെ വിരിച്ചിട്ട് ആ ഒരു പിന്നെ ആളുകളൊക്കെ അതിലായിരിക്കുന്നത്. ഞാൻ അമ്മയും അമ്മമ്മയും ഒക്കെ ഇരിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ തന്നെ വികൃതിയായ ഒരു കുട്ടിയുണ്ട്. അവൻ ഈ സമ്മാനപ്പൊതി പിടിച്ച് ഓടിപ്പോയത്. അങ്ങനെ പിന്നാലെ പോയി. എൻ്റെ ആദ്യത്തെ സമ്മാനം നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനെ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്നു. അന്ന് മാഷ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ട്രെയിനിങ് പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ പോലെയോ ഒക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആരുമില്ല. കാരണം സ്കൂളിൽ നിന്ന് കിട്ടിയ ശിക്ഷണം മാത്രമേ ഉള്ളൂ. ശിക്ഷണം എന്ന് പറയാൻ അന്ന് സ്കൂളിൽ ഡ്രോയിങ് മാഷ് ചാത്ത് മാഷായിരുന്നു. കല്ലാച്ചിയിൽ നമ്മൾ ചാത്ത് മാഷ്. അപ്പം ചാത്ത് മാഷ് വന്നിട്ട് ബോർഡുമ്പിലൊക്കെ വരയ്ക്കും. അത് നോക്കി ഞങ്ങളും വരയ്ക്കും. കാര്യമായിട്ട് വരയ്ക്കുന്നത് അന്നത്തെ ചെറിയ ചെറിയ തത്തേനെയും മാങ്ങയും പിന്നെ ഇലയും ഇതൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതൊന്നും ആദ്യം അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വരച്ച് സ്ലേറ്റിൽ വരച്ചിട്ട് ബുക്കിൽ വരച്ചിട്ട് മാഷെ കാണിച്ചാൽ മാഷ് അന്ന് പറയൂ, ഓ നന്നായിട്ടുണ്ടല്ലോ, ഇതാണോ? അപ്പൊ ഞാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യമായിരിക്കും മാഷ് പറയുക. അപ്പൊ ഞാൻ വിചാരിക്കും, ഓ അങ്ങനെ ആയിട്ടുണ്ട് അല്ലേ, അപ്പം എന്തൊക്കെ ആവുന്നുണ്ട് എന്നുള്ള എനിക്ക് തോന്നി ഞാൻ വരച്ചാൽ. അങ്ങനെയാണ് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. മാഷ് ക്രസന്റ് സ്കൂളിൽ പഠിക്കുമ്പം കലാപ്രതിഭയായിരുന്നു. അന്ന് എന്തൊക്കെ ഇനങ്ങളിലായിരുന്നു അന്ന് പ്രധാനമായിട്ടും മത്സരിച്ചിരുന്നത്? സ്കൂളിന്റെ പുറത്ത് ജില്ലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ക്രസന്റ് സ്കൂളിൽ രണ്ടാമത്തെ ബാച്ചാണ്. വെച്ചാല് സ്കൂള് ക്രസന്റ് ഹൈസ്കൂൾ തുടങ്ങി രണ്ടാമത്തെ ബാച്ചില്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നടക്കുന്ന ഈ മത്സരങ്ങളിൽ ഡ്രോയിങ്, പെയിന്റിങ്, നീഡിൽ വർക്ക് എന്നുവെച്ചാൽ തുന്നൽ, ക്ലേ മോഡലിങ്, നാടകം, ഇതായിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വിഷയങ്ങൾ. അപ്പം അതിലൊക്കെ പ്രൈസ് കിട്ടുമ്പോഴാണ് ഈ കലാ പ്രതിഭയാകുന്നത്. പിന്നെ അന്ന് സബ് ജില്ലയിലേക്കും ജില്ലയിലേക്കൊന്നും ക്രിസന്റ് ഒന്ന് കൊണ്ടുപോയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അന്ന് എന്നെയും കൊണ്ടുപോകേണ്ടതല്ലേ, കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊന്നും അന്വേഷിക്കാനോ അതുള്ള ഇതൊന്നും ആയിട്ടില്ല. ഇതില് തന്നെ തൃപ്തനാണല്ലോ ഞാൻ. മാത്രമല്ല പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പലപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മത്സരം നടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഓൺ സ്റ്റേജ് അല്ലല്ലോ, അപ്പം നോട്ടീസുമായിട്ട് വരും. അപ്പം നോട്ടീസ് വന്നിട്ട് ഇങ്ങനെ ഡ്രോയിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വരണം എന്നിട്ടും, അത് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സിലായിരിക്കും പെയിന്റിങ് പങ്കെടുക്കും. അപ്പം മിക്കതും അത് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് കെമിസ്ട്രി നാരായണ മാഷ ക്ലാസ് എന്നായിരുന്നു ഞാൻ. അപ്പം മാഷ് പറഞ്ഞ എല്ലാ വാസവും ഇങ്ങനെ പോയാൽ നമ്മളെ SSLC എന്താവും എന്ന് ചോദിച്ചാണ് ഓർമ്മയുണ്ട്. SSLC പരീക്ഷ എന്താവും എന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞ മാഷ അത് നടക്കും എന്ന് പറയും. ഈ ക്രസന്റ് കഴിഞ്ഞിട്ട് പിന്നെ മാഷ് പ്രീ ഡിഗ്രിക്ക് മടപ്പള്ളി കോളേജിലാണ് പഠിച്ചത്. അപ്പം അന്ന് വാസുവേട്ടൻ വീട്ടിന് പോകുമ്പം ഈ ശരിക്കും ബസ്സൊന്നും നിർത്താണ്ട് കല്ലാച്ചൂരൊക്കെ നടന്ന് കഷ്ടപ്പെട്ട് പോയിട്ട് അവസാനം മടപ്പള്ളി കോളേജിൽ എത്തിയാൽ സമരമായിരിക്കും. അപ്പം ഭയങ്കര നിരാശയുള്ള കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വാസുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതേപോലെയുള്ള കലാപ്രവർത്തനങ്ങൾക്കൊക്കെ സമയം ഉണ്ടായിരുന്നോ, സാഹചര്യം ഉണ്ടായിരുന്നോ? അത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കുറച്ച് ബസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് ജീപ്പിനെയൊക്കെ ആയിരുന്നു. ഇപ്പം വിലങ്ങാട് നിന്ന് വരുന്ന ബസ്സാണെങ്കിൽ ഏകദേശം ഫുള്ളായിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കൈ കാട്ടിയാലും അവർക്ക് നിർത്താൻ സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഡോറിന്റെ മുകളിലൊക്കെ ആളിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിട്ടും. അപ്പൊ അത് പോയി കഴിഞ്ഞ പിന്നെ വേറെ വഴിയൊന്നുമില്ല, നടക്കണം. അപ്പം ചിലപ്പോൾ പിന്നെ മുൻകൂട്ടി അങ്ങ് നടക്കും. കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കാത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കല്ലാച്ചിയിലേക്ക് നടക്കുമായിരുന്നു. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിരുന്നു, വയൽപ്പിടിയിൽ നിർത്തുമായിരുന്നല്ലോ. അപ്പം വയൽപ്പിടിയിലേക്ക് അങ്ങോട്ടേക്ക് കുറച്ചാണ്. അങ്ങനെ ഈ വയൽപ്പിടിയിലും നിർത്താത്ത സാഹചര്യം വന്ന് വയൽപ്പിടിയിൽ നിർത്താണ്ട് അത് നമ്മളെ മദ്രസേന്റെ ട്രെയിനിങ്ങിൽ, പള്ളിയും കഴിഞ്ഞിട്ട് മദ്രസേന്റെ ട്രെയിനിങ്ങിൽ അവിടെ നിർത്തിയിട്ട് ആളുകളെ ഇറക്കിയിട്ട് ഇറങ്ങേണ്ടവരെ ഇറക്കിയും കയറ്റാതെയും പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെയും പോയിട്ട് പിന്നെ പരാജയപ്പെട്ടാണ് പിന്നെ നടത്തം കല്ലാച്ചിയിലേക്ക് തന്നെ ആക്കി. അപ്പോൾ കോളേജിൽ ഈ പറഞ്ഞതുപോലെ ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്ലാച്ചി കയറി, കല്ലാച്ചിയിൽ നിന്ന് പിന്നെ കൈനാട്ടിയിൽ നിന്ന് വടപ്പള്ളി എത്തി, കൈനാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പം സമരം അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടാവും. അതൊരു വല്ലാത്ത സങ്കടമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ എത്തുന്നത്.
മിക്ക ദിവസവും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമരം ഉണ്ടാവും. ഇന്ന സംഘടന എന്നല്ല, എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തൊരു പരിപാടിയായിരുന്നു അവിടെ ഈ സമരം എന്ന് പറയുന്നത്. ചെറിയൊരു വിഷയത്തിന് പോലും സമരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്തിനാ കോളേജിലും സ്കൂളിലും പോകുന്നത്? പഠിക്കാനല്ലേ. രാഷ്ട്രീയം വേണ്ടേ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പഠിപ്പിക്കണം, നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. അതിന് വിഷയമുണ്ട്, പൊളിറ്റിക്സ് എന്ന് തന്നെ വിഷയം തന്നെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇങ്ങനെ സമരം ചെയ്ത് കളയേണ്ടതല്ല എന്ന് തോന്നിയിട്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ എപ്പോഴും ആയിരുന്നു. അവിടെ സമരത്തിന്റെ പ്രതീകങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്ന പിന്നെ ഫാനുകളും സ്വിച്ചുകളും ഒക്കെ അടിച്ചു പൊളിച്ച് നശിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായത്. അത് എപ്പോഴും ഒരു സങ്കടമുണ്ട്. പിന്നെ അവിടുന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു പിന്നെ അനുഭവം എന്ന് പറഞ്ഞത് NCC ഉണ്ടായിരുന്നതാണ്. NCCയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കാനും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞു. നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവം. വാണിഭയിൽ നിന്ന് ഒരാൾ കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ NCC കാലത്ത്. വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞായറാഴ്ചയായിരുന്നു NCC പരേഡ് നടക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ബസ്സിൽ കൺസെഷൻ കിട്ടില്ല. അപ്പൊ അതിന് പ്രത്യേക അനുമതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തരണം എന്നുള്ളത്. പിന്നെ അങ്ങനെ കല്ലാച്ചിന്ന് കയറിയ ബസ് കൈനാട്ടിയിൽ അന്ന് ഈ കണ്ടക്ടർമാർ പോയിട്ട് സൈൻ ചെയ്യും. ഇവിടെ എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ. അപ്പം ഇവര് എന്നോട് ഫുൾ പൈസക്ക് ചോദിച്ചു. എൻ്റെ അടുക്ക ആണെങ്കിൽ ഫുൾ പൈസ കൊടുക്കാനുള്ള വകുപ്പില്ല, കാരണം ഞാൻ പാസിന്റെ പൈസയെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ കണ്ടക്ടർ പോയിട്ട് ഒപ്പിടുന്ന സമയത്ത് ഇങ്ങനെ ഒരാളുണ്ട് ബസ്സിൽ ഫുൾ പൈസ തരുന്നില്ല, പാസ്സാ പറയുന്നത്. അങ്ങനെ ഒരു പോലീസുകാരൻ വന്ന് എന്നോട് പറഞ്ഞ SI വിളിക്കുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടില്ല, മുസ്ലിം കൊണ്ടാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പാക്കറ്റാക്കി എടുക്കുകയായിരുന്നു. അപ്പൊ SIന്റെ അടുത്ത് ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് പഠിച്ച് NCC എന്ന് വെച്ചു. അങ്ങനെ അതിന്റെ ഉത്തരവൊക്കെ കൃത്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി NCC-കാരനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ SI പറഞ്ഞു, നിങ്ങൾ സാധാരണ കോളേജിൽ നിന്ന് ഒരു ലിസ്റ്റ് വരാറുണ്ട് ഞങ്ങൾക്ക്, പിന്നെ NCC സ്റ്റുഡൻസ് എത്ര ഉണ്ട് ഈ ഭാഗത്ത് നിന്നല്ല, ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ഒരു വിഷയം പരസ്പരം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പോലീസുകാരൻ ചോദിച്ചു എന്തായി എന്ന് വെച്ചു. അയാളുടെ കാര്യം പറയുമ്പോൾ ഈ കണ്ടക്ടർ പോയി ബസ് എടുത്ത് പോയി. അങ്ങനെ ഞാൻ അവിടെ പെട്ടു. അങ്ങനെ അടുത്ത ബസ് വന്ന് ഞാൻ പോയി. ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അവിടെ ഞങ്ങളുടെ ഓഫീസറോട് പറയുകയും ചെയ്തു. ഓക്കെ, അതവിടെ കഴിഞ്ഞതാ. പിന്നീടാണ് ഈ ഒരു വിഷയം വാണിമേൽ തന്നെയുള്ള നമ്മളെ സുഹൃത്തുക്കളും എല്ലാം കൂടി അന്ന് ഞാനൊരു SFI അനുഭവം, നക്സലുമായിട്ട് എനിക്കൊരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ നക്സലിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഈ സംഭവം പറഞ്ഞില്ല? അങ്ങനെ അവര് ഈ പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു, ഇന്ന് ഉച്ചക്ക് കൈനാട്ടിയിൽ വരണം, എത്തണമെന്നാണ്. അങ്ങനെ അവിടെ ഞാൻ സാധാരണ കോളേജും വിട്ട് ചെല്ലുന്ന സമയത്ത് ഈ ബസ് അവിടെ തടഞ്ഞിട്ടിരിക്കുക. അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ എടുത്ത് അവര് പോയി. അവിടെ കൊണ്ടുപോയിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, ഇയാളെല്ലാം നിങ്ങൾ ഇറക്കി വിട്ടേ, ഈ കുട്ടീനെല്ലാം നിങ്ങൾ ഇറക്കി വിട്ടേ, എന്തുകൊണ്ടങ്ങനെ ചെയ്തെന്നുള്ള. അത് പിന്നെ അവർ കുറെ ന്യായീകരണങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് ബസ്സിന്റെ കാറ്റ് വരുവിച്ചിരുന്നു. അത് ഒരു ദിവസമല്ല, അത് 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് സമരം അവര് ഒരു രീതി അതായിരുന്നു. പിന്നെ അവര് എന്തോ വലിയ പിന്നെ എറണാകുളത്ത് കേസ് കൊടുത്ത് കണ്ടാൽ അറിയാവുന്ന ആളുകൾ, അങ്ങനെ ഒരു ദിവസം പോലീസും വണ്ടിയൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് വിട്ടൊരു കാര്യമാണ്. പക്ഷെ സംഘടനകൾ ഏറ്റെടുത്തപ്പോൾ ആ രീതിയിൽ അത് വന്നു. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠിച്ചത്. അത് ഇതിന്നൊക്കെ ഭയങ്കര വ്യത്യാസമുള്ള, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള കലാകാരന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥാപനം എങ്ങനെയാണ് വാസുവേട്ടനെ മൗൾഡ് ചെയ്തെടുത്തത്? ആ സമയത്തുള്ള ഒരു അവസ്ഥ, അനുഭവങ്ങൾ. അതെ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ മടപ്പള്ളി കോളേജ് ലൈഫ് എന്ന് പറയുന്നത് അതെനിക്ക് ഒരു തൃപ്തിയുള്ള ഒരു കാര്യമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു. എനിക്കന്ന് ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പൊ അത് കിട്ടിയിട്ടില്ല. അന്ന് ഇക്കണോമിക്സ് ഒക്കെ ആയിരുന്നു, ഇക്കണോമിക്സും ഹിസ്റ്ററിയും ഒക്കെ ആയിരുന്നു. അല്ലാതെ ഒരു മുഷിപ്പുണ്ടാക്കുന്ന സബ്ജക്റ്റുമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമുള്ള ഡ്രോയിങ്, പെയിന്റിങ്, അതിലേക്ക് എത്തിപ്പെടുകയാണ്. അത് നമുക്ക് ഒരു ആഹ്ലാദം തരുന്ന ഒരു സംഭവമാണ്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം. അന്ന് നമുക്ക് അങ്ങനെ ഓൺലൈനിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് അവർ പറയുന്ന ലീഡ് തന്നിട്ട് അങ്ങനെ നേരിട്ട് പോയിട്ടൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്.
അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ഞാൻ ഏകദേശം ഈ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ അവിടെ പോയിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, പിന്നെ നീ ഒരു വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു റെഫറൻസിനുള്ള ഒരു വർക്ക് തന്നു അവിടെ അഡ്മിഷന് വേണ്ടി എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള. അപ്പൊ അത് ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, നാളെ മുതൽ വന്നോ, പിന്നെ അടുത്ത ബാച്ച് തുടങ്ങും, അതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ അവിടെ ക്ലാസ്സിലേക്ക് ചേരുന്നത്. പിന്നെ എല്ലാവരും ഈ ആർട്ട് പഠിക്കാൻ വന്ന ആളുകളാണ്. കുറച്ച് വ്യത്യസ്തരമായ കഴിവ് കൂടിയും കുറഞ്ഞൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ വാട്ടർ കളറിൽ എക്സ്പീരിയൻസ് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മോഡലിംഗ് നന്നായി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടും പറഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണ് ഞങ്ങൾ അവിടെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയത്. നല്ലൊരു അനുഭവമായിരുന്നു. വാസുവേട്ടൻ അവിടെ തന്നെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തിട്ടില്ലേ? ഞാൻ അവിടെ താമസിച്ച എക്സാമിന്റെ ടൈമിലാണ് താമസിച്ചത്. ഞങ്ങൾ എക്സാമിന്റെ ടൈമിൽ അവിടെ ഒരു വീടെടുത്തിട്ട് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നു. പക്ഷെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മാസം പോയ സമയത്ത് എനിക്കവിടെ വലിയ കമ്പനിയോ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മറ്റുള്ളവർ എന്നെ വന്ന് നോക്കും, അവരൊക്കെ സീനിയേഴ്സ് ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ കോളേജും വിട്ട് തലശ്ശേരി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായിരുന്നത്. നമ്മള് ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത. സ്റ്റാൻഡിലെത്തിയതേ ഉള്ളൂ. പിന്നെ ഉടനടി ആളുകള് ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, ഷട്ടറുകളൊക്കെ അടയുന്ന ശബ്ദം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെ നാട്ടിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പിന്നെ കയ്യിലുള്ള പൈസക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ ഏതായാലും ഇനി വേറെ വഴിയൊന്നുമില്ല, നടന്ന് വീട്ടിലെത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ നടത്താൻ ആരംഭിച്ച് എനിക്ക് സെയ്താറ് പള്ളി എത്തിയാൽ ഇങ്ങ് പോരാം, അവിടെ എത്താൻ വേണ്ടിയുള്ള നടത്താം ആദ്യം. അങ്ങനെ കുറെ നടന്നപ്പോ ഒരാളോട് ചോദിച്ച് സെയ്താറ് പള്ളി എത്താനായിരുന്നു. അയാൾ പറഞ്ഞു, ഈ സെയ്താറ് പള്ളി ഇങ്ങോട്ടല്ല അങ്ങോട്ടാ. അപ്പൊ ഞാൻ നടന്നത് കണ്ണൂർ റോഡിലായിരുന്നു. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് നടന്ന് അങ്ങനെ സെയ്താറ് പള്ളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഞാനിങ്ങനെ എത്ര മണിക്കാണെങ്കിൽ വീട്ടിലെത്താന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ നടക്കും ഞാൻ എത്ര വേണമെങ്കിലും. പിന്നെ അന്ന് ഭൂമി മുഴുവൻ ചുറ്റണം തന്നെ നടക്കുമായിരുന്നു. അങ്ങനെ നടത്തോടൊരു ഉള്ള ആളല്ല. അങ്ങനെ വരുന്ന സമയത്താണ് പലരും വീട്ടിലിരുന്ന് വളരെ കാഷ്വലായിട്ട് പത്രമൊക്കെ വായിക്കുന്ന, അവരെ വീട്ടിൽ സുരക്ഷിതമായിരുന്ന് വായിക്കുന്ന ഇതൊക്കെ. അപ്പം വഴിക്കൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ തടയുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത്. ഇവിടെ നമ്മളെ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്, തലശ്ശേരി വഴിക്കുള്ള ഒരു പാലുള്ള സ്ഥലം. ഓക്കെ, അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഒരു ബസ് കല്ലാച്ചിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പിടിച്ച് കയറി കല്ലാച്ചിക്ക് എത്തി. കല്ലാച്ചിന്ന് വീണ്ടും വാണിമലേക്ക് നടന്നെത്തുകയായിരുന്നു. അപ്പോ പറഞ്ഞോളൂ. അല്ല, ഇത് ശരിക്കും ഇതേപോലെയുള്ള ഒരു അധ്വാനത്തിന്റെയും അതുപോലെ തന്നെ സ്വന്തമായി അധ്വാനിച്ച് തന്നെ നമുക്ക് വേണ്ട പൈസ ഉണ്ടാക്കണം എന്നൊക്കെ കരുതുന്ന ഒരു കാലം കൂടിയായിരുന്നല്ലോ അത്. അപ്പൊ അന്നാണ് വാസുവേട്ടൻ ഈ സൈൻ ബോർഡിലേക്കൊക്കെ മാറുന്നത്. അപ്പം നമ്മളെ നാട്ടില് പിന്നീട് ഒരുപാട് ആളുകൾ സൈൻ ബോർഡ് എന്താ പറയാ സൈൻ ബോർഡ് ചെയ്തിട്ട് പേരെടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ ആദ്യത്തെ ഒരാളായിരുന്നു വാസുവേട്ടൻ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, നമ്മൾ ഇപ്പം സൈൻ ബോർഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലാണ്. കടകൾക്കൊക്കെ അങ്ങനെ ആരും ബോർഡ് അങ്ങനെ വെക്കാറില്ല. അഥവാ വെച്ചാൽ തന്നെ ഷട്ടറിന്റെ മുകളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു കൂട് പോലുള്ള, അതിന്റെ മുകളിൽ ഒന്ന് എഴുതിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഒരു ബോർഡ് വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് ഭൂമി അളക്കലൊക്കെ അന്ന് കുറച്ച് ബോർഡ് എഴുതി, വളയം, ഭൂമി അളക്കല്, കല്ലാച്ചിക്കൊക്കെ കുറച്ച് ബോർഡുകൾ എഴുതിയിരുന്നു. പിന്നെ അതില് ഏറ്റവും വലിയൊരു ബോർഡ് ഞാൻ അന്ന് എഴുതിയത് വാണിമേൽ പഞ്ചായത്ത് ഓഫീസിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചിട്ടുണ്ട്. വാണിമേൽ പഞ്ചായത്തിൽ ഇത്ര ജനസംഖ്യ, പിന്നെ അതിൽ ഇത്ര സ്ത്രീ പുരുഷൻ, സ്കൂളുകൾ ഇത്ര, സർക്കാർ സ്ഥാപനങ്ങൾ, അങ്ങനെ ഡീറ്റെയിൽ ചിലപ്പം റഷീദ് കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. പഞ്ചായത്തിന്റെ മുന്നിൽ തന്നെ ഒരു വലിയ ബോർഡായിരുന്നു. അന്ന് കാര്യമായിട്ട് ചെയ്തൊരു വലിയൊരു ബോർഡാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പല സ്ഥലത്ത് ഈ കഴിഞ്ഞതിന്റെ അപ്പുറത്തെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നാട്ടില് പോയ സമയത്ത് വളയത്ത് ഞാൻ എഴുതിയൊരു ബോർഡ് കണ്ടു. അത് ആ ചുമരുമ തന്നെ എഴുതിയുണ്ടെന്ന് തോന്നുന്നു, അവിടെ ഉണ്ട് ഇപ്പോഴും. പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു സൈൻ ബോർഡ്. അല്ല, ഈ സൈൻ ബോർഡ് ഇതൊക്കെ എഴുതുന്ന സമയത്ത് പിന്നെ എനിക്ക് കൂടുതലും വർക്ക് ഉണ്ടായിരുന്നത് പാർട്ടിയുടെ CPM-ന്റെ ബാനർ, ബോർഡ് ഇതൊക്കെ എഴുതുന്നു.
അതിന് ഒരു പ്രതിഫലം വാങ്ങിയിട്ടെന്നല്ല, സാധനത്തിന്റെ പൈസ കിട്ടും, അത്രയേ ഉള്ളൂ. ഞാനൊരു ഇടതുപക്ഷ സഹചാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വർക്കുകളൊക്കെ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് വാണിമേൽ മുതൽ പരപ്പുറ വരെയുള്ള ബോർഡുകളൊക്കെ അന്ന് ഞാനായിരുന്നു എഴുതി കൊടുത്തിരുന്നത്. ഇന്നൊക്കെ അതൊരു വലിയ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്ന വലിയ ബിസിനസ്സുകളായി മാറി. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണോ ഈ ബാക്കിയുള്ള ഇപ്പം വാണിമേലുള്ള പ്രധാനപ്പെട്ട ഇപ്പം സത്യൻ ആയിക്കോട്ടെ, EV മൊയ്തു, രാജൻ, ഇങ്ങനെ കുറെ പേര് വന്നത് അതിന് ശേഷമാണോ? വാസുവേട്ടൻ കളം വിട്ടതിന് ശേഷമാണോ വന്നത്? കളം വിട്ട് എന്ന് പറയാനാവില്ല. എന്റെ പിന്നെ ഞാനുള്ള സമയത്ത് തന്നെയാണ് അവര് വന്നത്. അവരൊക്കെ എന്റെ അനുജന്മാർ പോലെ തന്നെ, ഞങ്ങളെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ അവർക്ക് കിട്ടുന്ന വർക്കുകൾ അവർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് അവർ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. അന്നൊക്കെ ഈ സ്ലൈഡ് വർക്ക് എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററിൽ കാണിക്കുന്ന സ്ലൈഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അന്ന് ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കൊണ്ട് തന്നെ നമ്മളെല്ലാം പിന്നെ പേപ്പറിൽ എഴുതി അത് പ്രിന്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ കോഴിക്കോട് പോകണം. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തുള്ള ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. അവിടെ കൊടുത്തിട്ട് ലൂക്കോസ് ബ്ലോക്സ്, അവിടുന്ന് അത് പിന്നെ ഫിലിം ശരിയാക്കിയിട്ട് അത് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് കളറൊക്കെ ചെയ്ത് അതിന്റെ ഫ്രെയിമൊക്കെ ചെയ്ത് ഗ്ലാസ് ഇട്ട് ഫ്രെയിം ഇട്ട്, ഇത് കസ്റ്റമർ അവർ കൊടുത്തിട്ട് വേണം പൈസ കിട്ടാൻ. അതൊക്കെ ചെറിയ പൈസ കിട്ടും. എന്നാലും നമ്മളൊരു വർക്ക് എന്നുള്ള നിലക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമുക്ക് അത്യാവശ്യം കിട്ടുന്ന. പിന്നെ ഞാൻ കല്ലാച്ചിയിലായിരുന്നു എൻ്റെ ഒരു തട്ടകം. കല്ലാച്ചിയിൽ ഞാൻ ഷോണിമ ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്സ് കോർട്ട് റോഡിലുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറെ വർക്കുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വാസുവേട്ടൻ 91-ലാണ് പുതുക്കയത്തേക്ക് താമസം മാറുന്നത്. അതുവരെ വാണിയൽ UP സ്കൂളിന്റെ അടുത്തായിരുന്നു. അപ്പം എന്തിനായിരുന്നു അന്ന് അതുപോലൊരു മാറ്റം? അത് ഇപ്പം അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ, ഇപ്പം വാണിമേലത്തെയും അതുപോലെ തന്നെ അന്ന് അത്രയൊന്നും ഡെവലപ്ഡ് അല്ലാത്ത പുതുക്കയത്തേക്ക് ഒരു ലൈഫ്, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? ഓക്കെ, ഞാൻ 91-ല് മാറാൻ കാരണം ജോലി തന്നെയായിരുന്നു പ്രശ്നം. ഞാൻ കോഴ്സ് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ വർഷം തന്നെ എനിക്ക് സ്കൂളിൽ പിന്നെ അധ്യാപകനായിട്ട് ജോലി കിട്ടിയിരുന്നു. താൽക്കാലികമായിരുന്നു. അവിടെ നിന്നുള്ള ഒരു ഹൈസ്കൂൾ, അത് അറിയപ്പെടെ കൂട്ടാലിടാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അവിടെ തന്നെയാണ് താമസിച്ചിട്ടാണ് അവിടെ പിടിച്ചു. ആഴ്ചക്ക് ഒരു ദിവസം വരികയുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു നല്ല അനുഭവമായിരുന്നു. ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവിടെ നാട്ടുകാരായിക്കോട്ടെ, നല്ലൊരു അടുപ്പമായിരുന്നു, നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒരു കോശി സാറായിരുന്നു അന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്റർ. പിന്നെ ഒരു കുഞ്ഞിക്കണാറ മാഷ് അസിസ്റ്റന്റ് ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ടേക്ക് വീട് മാറിയോ? മാറി. അല്ല, മാറിയിട്ടില്ല. 91-ല് മാറിയിട്ടില്ല. ഞാൻ ഞാൻ ജോലിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ പിന്നെ ഒരു അധ്യയന വർഷം മുഴുവനായിട്ട് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. അന്ന് പിന്നെ 6 മാസം കഴിഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ എടുക്കണമെങ്കിൽ PSCയുടെ ഒരു കൺകറൻസ് ഒക്കെ കിട്ടണം. അതൊക്കെ അന്ന് റെഡിയാക്കിയിട്ടാണ് അധ്യയന വർഷം കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാല്, അന്ന് സർക്കാർ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ നിയമനം തൽക്കാലത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മരവിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പിന്നെ PSC എക്സാമൊക്കെ എഴുതിയിട്ട് എന്തായില്ല, പിന്നെ അതിന്റെ റിസൾട്ട് കാത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അന്ന് ഓൺലൈനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് അടഞ്ഞ അധ്യായം പോലെ. പിന്നെ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ഒരു ജോലി പൈസ കൊടുത്ത് ചേർന്നാൽ എൻ്റെ വീടുമായിട്ടുള്ള ബന്ധം വിട്ടു, അതെനിക്ക് പറ്റുകയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സംഗതി എന്തെങ്കിലും വേറെവിടെയും കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ള നിലക്കാണ്. അപ്പം എൻ്റെ മാത്രമല്ല, എൻ്റെ ഇളയ അനുജനുണ്ട്. അവനെ സംബന്ധിച്ച് അവന് കാര്യമായിട്ട് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. കൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആട് വളർത്തോ അങ്ങനെ ചെയ്യാം, പശുവിനൊക്കെ വളർത്തി ജീവിക്കുക എന്നുള്ള നിലക്കാണ്. പിന്നെ അച്ഛന്റെ കൃഷി സ്ഥലങ്ങളൊക്കെ ഈ പുതുക്കയം ഇങ്ങോട്ടുള്ള ഭാഗത്താണ്. അവിടേക്ക് മാറി താമസിക്കുക, ദിവസവും പോയി വരാ, പിന്നെ വരുന്നതിലും നല്ലത് അതല്ലേ എന്നുള്ള നിലക്കാണ് ആ ഒരു മാറ്റം. ഈ പറഞ്ഞതുപോലെ ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. അത് 91-ല് മാറാനുള്ള സാഹചര്യം ഇതായി. ഒന്ന്,
രണ്ടാമത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥ. ഓക്കെ, എപ്പോഴും പ്രശ്നങ്ങളും ഒരു സമാധാനമില്ലായ്മയും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഒരിക്കലും നേരിട്ടിട്ടില്ല. പക്ഷെങ്കിൽ അന്തരീക്ഷം എന്നും അന്നൊന്ന് കലുഷിതമായി കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു തീരുമാനം എടുത്തത്, മാറുക എന്നുള്ളത്. കുറെ ശ്രമത്തിന് ശേഷമാണ് വിൽപ്പന പോലും നടന്നത്. അങ്ങനെ വന്ന് മാറി താമസിക്കുക, അത് സ്വാഭാവികമായിട്ടും രണ്ട് സ്ഥലവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പിന്നെ പുതിയ സ്ഥലത്തെത്തിയപ്പോ എൻ്റെ ബന്ധുക്കളും ഒക്കെ ആ പരിസരത്ത് തന്നെയാണെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ കിട്ടുന്ന ഒരു ഇതല്ല മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാവുക. നമുക്ക് തന്നെ ഒരു ചേർന്ന് വരാൻ കുറെ സമയം എടുക്കും. ഓക്കെ, അവിടെയുള്ള ആദ്യത്തെ ആളുകൾക്കൊക്കെ ആദ്യത്തെ വീടിന്റെ അടുത്ത പരിസരത്ത് വാസു എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് ബൈഹാർട്ടാണ്, അവർക്ക് അറിയാം. ഓക്കെ, മറ്റവർക്ക് പഠിച്ചു വരണം. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് വാസുട്ടൻ ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അവിടെ ശരിക്കും ആർട്ട് തന്നെയായിരുന്നു അവിടെയും ജോലി? ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള വേസയിൽ തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ ഈ പ്രവാസം അത്ര ഇഷ്ടപ്പെട്ട ഒരാളല്ലായിരുന്നു. പിന്നെ എൻ്റെ അനുജൻ എന്നെക്കാളും മുന്നേ ഗൾഫിലേക്ക് വന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ അവന്റെ നിർബന്ധപ്രകാരം ഒരു വിസ എടുത്ത്, പിന്നെ അവനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവർക്ക് രണ്ടുപേരും പിന്നെ ഗൾഫിൽ വല്ലാത്തൊരു മോഹമായിരുന്നു. അങ്ങനെ അവരെ ഇഷ്ടത്തിനാണ് പോയത്. അങ്ങനെ അനുജനാണ് എനിക്ക് വിസ അയച്ചു തരുന്നത്. അപ്പൊ അതൊരു ഈ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് എന്നെ വിസ എടുത്ത് വന്നതൊക്കെ. എന്തൊക്കെ ജോലികളാണ് ഉണ്ടായിരുന്നത് അന്ന് അവിടെ? അല്ല, ബോർഡ് എഴുത്തൊന്നും ഇവിടെ ബോർഡ് എഴുതേണ്ടിയില്ലായിരുന്നു അന്നൊക്കെ നിയോൺ വർക്കുകളായിരുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ വലിയ ക്യാൻവാസിലൊക്കെ പെയിന്റിങ്ങുകൾ ചെയ്യാനായിരുന്നു. ആളുകൾ തരുന്ന പിക്ചറൊക്കെ അത് നോക്കി വരച്ച് വലിയ പെയിന്റിങ് വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ അങ്ങനെ ഓർഡർ വരുമ്പം പിന്നെ അതുപോലെ ആ ഒരു ഷോപ്പിൽ തന്നെ കീ ചെയിൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽപ്പനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഇത് കസ്റ്റമേഴ്സ് വരുമ്പോൾ അറബി അറിയാതെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമേഴ്സ് വരണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടിങ്ങോട്ടും സംസാരിച്ച് ബോധ്യപ്പെടുത്താനുള്ള പ്രയാസങ്ങളെ. അപ്പൊ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും എനിക്ക് അറബി നന്നായിട്ട് മനസ്സിലാവും. അറബി പറഞ്ഞാലും എനിക്ക് കേട്ടാലും എനിക്ക് പറയാനും സാധിക്കും. എഴുത്തും വായനയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ എന്തെങ്കിലും രസമുള്ള അനുഭവങ്ങൾ ഉണ്ടോ ഈ ഒരു ജോലി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഗൾഫിൽ ഓർമ്മിക്കുന്ന ഏറ്റവും രസമുള്ള ഏതെങ്കിലും ഒരു അനുഭവം പറയോ? രസമുള്ളെന്ന് പറയാനാവില്ല, എന്നാൽ കുറെ അനുഭവങ്ങളുണ്ട്. കാരണം ഞാനിങ്ങനെ പിന്നെ ഒരു വർഷത്തോളം അത് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ഒരു ജോലി. പിന്നെ ഞാൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറിലേക്ക് ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെന്റ് സെന്റർ അതിലേക്ക് മാറി. അപ്പോൾ അത് വേറൊരു ലോകം തന്നെയായിരുന്നു. അത് പിന്നെ സർക്കാരിന്റെ സ്ഥാപനമായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ വലിയ വലിയ ആക്ടിവിറ്റീസുകളും വലിയ വലിയ ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ പെയിന്റിങ് കണ്ട് അവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുകയും അതെന്താ എനിക്കൊന്ന് വരച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരച്ചു കൊടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അത് രസകരം എന്ന് പറയാനാവില്ല, ഇങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. ആളുകൾക്ക് ഇവിടെ ഒരു പ്രോത്സാഹിപ്പിക്കും. ഇപ്പം അറബികള് ഒരു വർക്ക് കണ്ട ഫസ്റ്റ് അവർ പറയുക മാഷാ അള്ളാന്ന്. ഓക്കെ, നമ്മള് അത് അങ്ങനെ പറയാൻ നമ്മൾ പരിശീലിച്ചിട്ടില്ല. നന്നായി എന്ന് പറയാനുള്ള ഒരു ആദ്യം അത് ക്രിട്ടിസൈസ് ചെയ്യും, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാനൊക്കെ ആദ്യകാലത്ത് വരക്കുന്ന എപ്പോഴും കാണുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്നോട് നോക്കിയിട്ട് ആദ്യം പറയാ ഇതിനേക്കാളും നന്നായിട്ട് വരക്കുന്ന ഒരാളുണ്ട് എപ്പോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തി കളഞ്ഞില്ല. മൂപ്പര് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഞാൻ പരിപാടി നിർത്തിയില്ല. വാസുവേട്ടൻ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു വർക്കാണ് ഫോട്ടോഗ്രാഫി. വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഗൾഫിലുള്ള മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
അതിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്തതിനു ശേഷം അവിടെ പബ്ലിക് റിലേഷനിലായിരുന്നു ഞാൻ വരുന്നത്. അപ്പം അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫംഗ്ഷൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ എടുക്കും. ഈ പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർമാർ എത്തിയിട്ടില്ലെങ്കിൽ ആ പത്രങ്ങൾക്കൊക്കെ അത് അയച്ചു കൊടുക്കും. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരാൻ തുടങ്ങി. അപ്പം വരാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ബോധ്യം വന്നു. അന്ന് ഈ നെഗറ്റീവ് ഫിലിമിലായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഡിജിറ്റൽ വന്നത്. അപ്പം ഡിജിറ്റൽ വന്നപ്പോൾ കുറച്ചുകൂടി സൗകര്യമായി. അങ്ങനെയാണ് ഞാൻ ഒരു അറബിക് പത്രത്തില്, അൽ അറബ് എന്ന് പറയുന്ന അറബിക് പത്രത്തില് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് എനിക്ക് കിട്ടുകയും ഞാൻ ഈ മറ്റേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിത്ത് പെർമിഷൻ ഞാൻ ആ ജോലി ചെയ്യുകയും ചെയ്തു. മിക്കവാറും എൻ്റെ ബോസ് തന്നെ ആയിരിക്കും പല പരിപാടിയിലും ഉണ്ടാവുക. അതുകൊണ്ട് അവർക്കും സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. ഓക്കെ, അങ്ങനെ വലിയ വലിയ ഇവന്റുകളിലൊക്കെ കവർ ചെയ്യാനും വലിയ വലിയ ആളുകളെ പരിചയപ്പെടാനും പലരുടെയും വലിയ വെച്ചാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊരു വലിയ അനുഭവം തന്നെ. അതുകൊണ്ട് ആ 8 വർഷത്തോളം ഒരു ജോലി ഞാൻ തുടർന്നു. പിന്നെ ആ പത്രം തന്നെ കുറച്ച് ഇവിടുത്തെ സാമ്പത്തിക ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് കുറച്ച് പത്രങ്ങൾ, അതിന്റെ ബ്രാഞ്ചുകൾ 2-3 പത്രങ്ങളുണ്ട് അതിന്. അപ്പൊ ഈ ഒരു സെക്ഷൻ കുറച്ച് ആളുകളെ കുറവ്, അത് അങ്ങനെയാണ് ആ ജോലി നഷ്ടപ്പെട്ടത്. അഭിനയത്തോട് പണ്ടേ ഇഷ്ടമുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മൊയ്തൊക്കെ എഴുതിയൊരു നാടകത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ എന്തൊക്കെയാണ് നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്? എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്? എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഞാൻ നാടകത്തിലേക്ക് വരുന്നത്. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടാണ് നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നത്. പിന്നെ വരുന്നത് നാടൻ കലാസമിതി, പുലരി കലാസമിതി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കലാസമിതി ഉണ്ട്. അതിൽ ഞങ്ങള് 2-3 നാടകങ്ങൾ ചെയ്തിരുന്നു. അതാണ് ആ നാടകത്തിലുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് ഈ പൊതുവേദികളിൽ തന്നെ അവതരിപ്പിച്ച്, അന്ന് ഞങ്ങളൊരു അന്നത്തെ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ വൈദ്യുതി പോലും ഇല്ലാത്ത സ്ഥലത്ത് അവതരിപ്പിക്കാൻ വേണ്ടി മാക്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ചെയ്ത് പരപ്പോറയിൽ അന്ന് ഒരു നാടകം ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നെ പുന്നപ്ര വയലാറ്, ആ നാടകത്തിൽ ഈ പറഞ്ഞതുപോലെ വെടിവെപ്പിന്റെ ഒക്കെ അവസരത്തിൽ പൊട്ടിക്കാൻ വേണ്ടിയുള്ള പടക്കമൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സൈക്കിളിന്റെ മുകളിൽ ഇതൊക്കെ കെട്ടിയിട്ട് പോയി. അപ്പം നാടകം തുടങ്ങി പെട്ടെന്ന് ഈ പൊട്ടിക്കണ്ട പടക്കം നോക്കുമ്പോൾ അത് വഴിക്ക് എവിടെയോ വീണ് പോയിരുന്നു. ബദലായിട്ട് ആ ഒരു കടയിൽ നിന്ന് കുറച്ച് ബലൂൺ വാങ്ങി വീർപ്പിച്ചിട്ട് ആ വെടിവെപ്പിന്റെ രംഗത്ത് ബലൂൺ പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഇതൊക്കെ രസകരമായ അനുഭവങ്ങൾ. ഗൾഫിലെത്തിയതിനു ശേഷം പിന്നെ വാസുവേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 2 ഷോർട്ട് ഫിലിം ഉണ്ട്, പിന്നെ ഒരുപാട് ആളുകളുള്ള ഒരു വലിയ പെർഫോമൻസിന്റെ ഭാഗമായിട്ടുണ്ട്. ഗൾഫ് എങ്ങനെയാണ് ഈ ഒരു അഭിനയത്തോടുള്ള ഇഷ്ടത്തെ ഏത് രീതിയിലാണ് പ്രോത്സാഹിപ്പിച്ചത്? അത് നമ്മള് എത്തിപ്പെടുന്ന ഓരോ പിന്നെ സാഹചര്യങ്ങളാണ് നമുക്ക് അത് ഒരു അവസരം ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ഞാൻ റഹീബ് മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ തൊട്ട് തന്നെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ അവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. റഹീബ് മീഡിയ ആണ് ഈ ഒരു ഫിലിം പിന്നെ പ്രൊഡക്റ്റ് ചെയ്ത്. മണൽ പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അഞ്ജലി മേനോൻ, നൗഷാദ്, സന്തോഷ് കിയാറ്റൂർ അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ ഖത്തറിൽ തന്നെയുള്ള ആളുകളിനെ അവരുപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫുൾ ലെങ്ത് ഫിലിം ഖത്തറിൽ തന്നെ ഷൂട്ട് ചെയ്ത് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞിട്ട് വലിയ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം നല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇതൊക്കെ ഒരു അവസരം കിട്ടി. ആ ഷോർട്ട് ഫിലിമിന് മെയിൻ ആയിട്ടുള്ള ഒരു നടനായിരുന്നു വസന്തം പൊന്നാനി. അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒടുവിൽ അഭിനയിച്ചത് ആ ഒരു പിന്നെ ഷോർട്ട് ഫിലിം. അദ്ദേഹത്തിന് സുഖമില്ലാതാവുകയും നാട്ടില് ട്രീറ്റ്മെന്റിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഇനിയും അങ്ങനെ ഒരു അവസരം വന്നാൽ നോക്കാന്നുള്ള നിലയിൽ തന്നെയാണ്. അത് ഈ അഭിനയം വലിയ സാഹസികമായ ഒരു പണിയൊന്നുമല്ല, അത് അന്ന് മനസ്സിലായി. പിന്നെ ഈ 100-150 പേര് ഞങ്ങളുണ്ടായിരുന്ന ഇശലുകളുടെ സുൽത്താൻ മജീദ് സിംഫണി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനുണ്ട്.
അപ്പം അദ്ദേഹത്തിന് വലിയ സംവിധാനങ്ങളുണ്ട് ഇവിടെ. ലൈറ്റ്, മ്യൂസിക് ഇതെല്ലാമായിട്ട് ഭയങ്കര സംവിധാനമുണ്ട്. അദ്ദേഹമാണ് ആ ഒരു നാടകം ഇവിടെ അവതരിപ്പിച്ചത്. നാട്ടിൽ പണ്ട് അവതരിപ്പിച്ചിരുന്നു. അതിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഷോ തന്നെയായിരുന്നു ശരി. അത് ആ ഒരു നാടകത്തിൽ 2-3 വേഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. കുറഞ്ഞ കുറഞ്ഞ ഭാഗങ്ങളാണെങ്കിലും ആ വലിയ ഒരു നാടകത്തിൽ ആ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതും അതില് എനിക്ക് തോന്നുന്നത് വടകരയുള്ള എന്താ 2-3 പേരുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. പേര് പെട്ടെന്ന് ബാക്കിയൊക്കെ ഇവിടെയുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. എല്ലാം നല്ല കഴിവുള്ള ആളുകളാണ്. നല്ലൊരു അവതരണമായിരുന്നു അത്. കുറച്ച് ടെക്നോളജി ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. സ്റ്റേജിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതായിട്ടും നായിക മുകളിലേക്ക് ഉയർന്നു പോകുന്നതൊക്കെ ആയിട്ടുള്ള നല്ല ഒരു ഇഫക്റ്റോട് കൂടിയായിരുന്നു, ലൈറ്റ് ഇഫക്റ്റോട് കൂടിയായിരുന്നു ആ ഒരു നാടകം. ആളുകൾക്ക് നന്നായി ആസ്വദിച്ചു, ആളുകൾ സ്വീകരിച്ചൊരു നാടകം. അതൊക്കെ ഈ മജീദ് ഖാൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ ഒരു എഫേർട്ട് തന്നെയാണ്. ബാക്കി ഞങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമാവുക മാത്രമേ ചെയ്തുള്ളൂ. ലൈവ് ആർട്ടിന്റെ ഒരു ആള് കൂടിയാണ് വാസുവേട്ടൻ. അതായത് മെട്രോയിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന ആളുകളെ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് വരയ്ക്കുക, ലൈവായിട്ട് വരയ്ക്കുക. എന്നിട്ട് അവര് എന്താ പറയാ, അത് കാണുമ്പോൾ അവരുടെ സന്തോഷം, അത് ഷെയർ ചെയ്യപ്പെടുന്നത്, ആ ഒരു അനുഭവം എങ്ങനെയാണ്? അതും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, പലതരം ആളുകൾ അവരെ നേരിട്ട് വരയ്ക്കുന്ന ആ ഒരു അനുഭവം. അതെ, നമുക്ക് ഒരാളെ വരയ്ക്കുമ്പോൾ അയാള് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമായിരിക്കും ആ സമയത്ത്. നമ്മളൊരു മോഡൽ, ഓക്കെ. അപ്പൊ അത് നമ്മൾ വരച്ച് അവരറിയാതെ, അവരോട് പെർമിഷൻ എടുക്കുന്നില്ല. അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മെട്രോയിലൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന അവരെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അല്ലാണ്ട് നേരിട്ട് പോയിട്ട് അവരെടുത്ത് ഇരുന്ന് വരയ്ക്കുന്നില്ല. അങ്ങനെ അറിയാതെ വരച്ച് അവർക്ക് കൊടുക്കും. ഭയങ്കര സർപ്രൈസ്, അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവും. പല രാജ്യക്കാരായിരിക്കും അത്. അപ്പൊ പലപ്പോഴും പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമ്പർ മേടിച്ച് വാട്സപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവര് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ടായി. അപ്പോ ആ ഒരു നല്ല അനുഭവമായിരുന്നു അത്. അങ്ങനെ വരയ്ക്കണം എന്ന് തോന്നിയത് എനിക്ക് ഈ പത്രമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഇവന്റുകളൊക്കെ, മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിലെ പാനലിസ്റ്റുകളുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്കിപ്പോ കാര്യമായി വർക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് പാനലിസ്റ്റുകളെ അതുപോലെ വരച്ച് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. അത് വലിയ സന്തോഷം ഉണ്ടാവും. അത് ഒരിക്കലും ഇവിടെ ഈ കത്തലൂമിന്റെ വലിയ പ്രോജക്റ്റ്, അതിന്റെ ഒരു സൈറ്റ് വിസിറ്റും ഒക്കെ ആയിട്ട് പത്രപ്രവർത്തകരും അതിന്റെ ആളുകളൊക്കെ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് മീറ്റിംഗ് അവസാനിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ പാനലിസ്റ്റുകൾ ഒരു 5-8 പേരുണ്ടായിരുന്നു കത്തലൂമ. അത് നമ്മള് ലാവലിന്റെ ആളുകളായിരുന്നു. ലാവലിൻ കമ്പനി ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കത് വരച്ചു കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോ അന്ന് ഞാൻ പറഞ്ഞ് ലാവലിൻ കമ്പനിയും ഞങ്ങളെ നാടുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, അത് ചിലപ്പോ നിങ്ങൾ ന്യൂസിലൊക്കെ, അതും ഞങ്ങളൊരു ബന്ധമില്ല എന്ന് പറയും. ഞങ്ങൾ അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വാസുവേട്ടൻ ഇതേപോലെ തന്നെ ഈ ലൈവ് ആർട്ട് മാത്രമല്ല, വാസുവേട്ടൻ നല്ല ഗംഭീരമായിട്ട് എഴുതുന്ന ഒരാളാണ്. ഇപ്പം വാണിയക്കർ ഗ്രൂപ്പിന് വേണ്ടി എഴുതിയ നല്ല ഗംഭീരമായിട്ടുള്ള പല കുറിപ്പുകളുണ്ട് മഴക്കാലത്തെ കുറിച്ചൊക്കെ. അതേപോലെ തന്നെ കവിത എഴുതും, നല്ല കുറിപ്പുകൾ എഴുതും. അപ്പൊ ഞാൻ വാസുവേട്ടൻ എഴുതിയ 2 കവിതകളിലെ 2 വരികൾ വായിക്കാം. കണ്ണൂരിൽ പെയ്ത കണ്ണീരൊക്കെയും കടലായി മാറിയാൽ കര തീർന്നു പോകും. എന്നിട്ടും അലിയാത്ത കരളിൽ കുടിപ്പക നിങ്ങൾക്ക് മാത്രമായി തന്നതാര്? ഇതാണ് ഒരു കവിത. കടമായി എടുത്തത് തിരിച്ചു വാങ്ങുന്ന ജപ്തിയാണ് മരണമെങ്കിൽ പലിശ വീട്ടാൻ ഓടിക്കിതച്ച വഴികളാണ് ജീവിതം. ഇതാണ് 2ാമത്തെ കവിത. രണ്ടും ആറ്റിക്കുറുക്കിയ കവിതകൾ എന്ന് പറയുന്നത് പോലെയുള്ളതാണ്. നല്ല ഭാഷയുള്ള, ഉള്ളിൽ കവിതയും, വളരെ സൂക്ഷ്മമായി ജീവിതത്തെ നിരീക്ഷിക്കുന്ന ഒരാള് എന്തുകൊണ്ടാണ് എഴുത്തിൽ അങ്ങനെ അധികം മെനക്കെടാത്തത്? ഞാന് ഒരു എഴുത്തുകാരനാകണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ടേ ഇല്ലായിരുന്നു.
പിന്നെ വായിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം ഒക്കെ വായിക്കുമായിരുന്നു. വായിക്കുന്നതൊക്കെ നല്ല സാഹിത്യ ബന്ധമുള്ള, സാഹിത്യമായിട്ട് നല്ല അടുപ്പമുള്ള പുസ്തകങ്ങളും അതുപോലെ നല്ല എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. മാതൃഭൂമി, അതുപോലെ തന്നെ ആനുകാലിക മലയാളം, ഈ വാരികകളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ക്രമേണ ഇതിലേക്ക് നമ്മൾ അവരുടെ ലെവലിലേക്ക് എത്തും. വായന നമ്മളെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് വിശ്രമ സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു. ആ എഴുതുന്നത് നമ്മൾ അന്ന് മാതൃഭൂമിയിലൊന്നും അയച്ചാൽ വരില്ല എന്നറിയാതുകൊണ്ട് ഞാൻ മംഗളത്തൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ മംഗളം അത് പ്രസിദ്ധീകരിച്ച് വരുമായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു പൈസ നാട്ടില് അയച്ചും കൊടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് കഥകളൊക്കെ വന്നിരുന്നു. പിന്നെ മാതൃഭൂമി ഇവിടുത്തെ വരാന്ത പതിപ്പില് നല്ലൊരു കഥ വന്നിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് പിന്നെ അതിലേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിന് തട്ടിയ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകണം. അല്ലാതെ ഒരു ദിവസം ഒരു 3-4 കവിത എഴുതണമെന്ന് തന്നെ എന്നെ കൊണ്ട് പറ്റില്ല. അത് മനസ്സിൽ കുറെ ഇങ്ങനെ കിടക്കുമ്പോൾ അത് ഒരു അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥതയാണ് നമ്മൾ പിന്നെ വാക്കുകളിലൂടെ ഒരു കവിതയോ അല്ലെ കഥയോ, അനുഭവം ഇല്ലാത്ത ഒരു സംഗതിയോ എനിക്ക് എഴുതാൻ പറ്റില്ല. ഭാവനയാണത്. മുഴുവൻ ഭാവനയാകുമ്പോൾ അതിനൊരു എന്താ പറയാ, അതിനൊരു ഉൾക്കാമ്പ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അനുഭവിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞതോ ആയിട്ടുള്ള, ഇപ്പൊ ഈ പറഞ്ഞ 2 കവിതകളും അങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് വായിക്കുമ്പോൾ സംഗതി മനസ്സിലായിട്ടുണ്ട്. അതുപോലെ അനുഭവമുള്ള കാര്യങ്ങൾ എഴുതുക. അതാണ് ഞാൻ പലപ്പോഴും നമ്മളെ ഗ്രൂപ്പിലും പലപ്പോഴും എഴുതിയിട്ടുള്ളത്. അനുഭവങ്ങൾ എഴുതുക എന്നത് വേണ്ട. അതേപടി പകർത്തുകയല്ല, അനുഭവങ്ങൾ ആളുകൾക്ക്, അനുവാചകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് ഒരു എഴുത്തായി മാറുക. ഞാൻ അനുഭവങ്ങളിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ നാട് ശരിക്കും ഒരു കാലത്ത് ഭയങ്കര വർഗീയ സംഘടനകൾക്കൊക്കെ ആ ഒരു പേരിലായിരുന്നു അറിയപ്പെട്ടത്. പിന്നെ അത് മാറി ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ടു. വാസുവേട്ടന്റെ കുട്ടിക്കാലത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ്? ഈ ജാതി, മതം ഇതൊന്നും നോക്കാതെ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയൊക്കെ നിന്നു എന്ന് വാസുവേട്ടൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏത് രീതിയിലായിരുന്നു നമ്മുടെ ആളുകൾ തമ്മിലുള്ള ബന്ധം? അതെ, എൻ്റെ ഒരു 10-15 വയസ്സ് വരെ ഈ ജാതി, മതം ഇതൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്തേ ജാതി, മതം, എല്ലാവരും മനുഷ്യർ എന്നുള്ള രീതിയിൽ തന്നെ. എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതും അങ്ങനെയാണ്. എല്ലാവരുമായിട്ടും നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റെത്. അപ്പം ആ ഒരു വഴി തന്നെയായിരുന്നു എൻ്റെത്. അപ്പൊ എൻ്റെ കളിക്കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ചുറ്റുപാടുള്ള ആള്, നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടൊന്നും കളിക്കൂട്ടുകാരുണ്ടാവില്ല. ചുറ്റുവട്ടത്തുള്ള എൻ്റെ അയൽവാസിയായിട്ടുള്ള ഹമീദ്, മൂസ, അബൂബക്കർ ഇവരൊക്കെയാണ്. ഞങ്ങൾ നേരം പുലർന്നു കഴിഞ്ഞാല് ഞങ്ങൾ കളിയാണ്. സ്കൂളില്ലാത്ത ദിവസം ഫുൾ ടൈം കളിയാണ്. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ എൻ്റെ വീട്ടിൽ വരും, പിന്നെ ചോറ് തിന്നാൻ ഹമീദിന്റെ വീട്ടിൽ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം കഴിച്ചും പിന്നെ ബന്ധങ്ങൾ അത്രയും ഊഷ്മളമായിരുന്നു. പിന്നെ എന്താ ഈ വൈകുന്നേരം വരെ കളിക്കും. വൈകുന്നേരം വരെ ഞങ്ങൾ പുഴയായിരുന്നു. ഞങ്ങളൊരു ഉഭയജീവികളെ പോലെ പുഴയിൽ ഇങ്ങനെ കളിച്ച് മീൻ പിടിച്ചും കരയിലും പുഴയിലും പുഴയിലുമായിട്ട് ഞങ്ങള് പശുക്കൾ ഉണ്ടാവും. അത് പുഴന്റെ കരയിൽ ഇങ്ങനെ ഇട്ട് അതിനെ തീറ്റിക്കുന്നുണ്ടാവും അതിന്റെ കൂടെ തന്നെ. അപ്പൊ ഞങ്ങള് വീട്ടില് ആവശ്യമാണ്, വീട്ടിലെ കാര്യങ്ങളും അതിന്റെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ഒരു കളി മാത്രമല്ല. ആ പശുവിനെ ഞങ്ങള് കരയിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കുളിക്കുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരിക്കലും ഏതെങ്കിലും 2 മതത്തിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര മനസ്സിന് എനിക്ക് ഒരിക്കലും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. എന്തിനാണ്? കാരണം നമുക്ക് ഏറ്റവും അടുത്തുള്ള ചുറ്റുപാടുള്ള ആളുകളല്ലേ നമ്മളെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. നമ്മള് വേറെ ഏതോ ലോകത്തുള്ള ആളുകളെ നമ്മള് ആത്മബന്ധം പുലർത്തി നമ്മളെ അയൽവാസികളും നമ്മളെ അടുത്തുള്ള ആളുകളെയും ശത്രുക്കളായോ അല്ലെങ്കിൽ ശത്രുപക്ഷത്തോ കാണുമ്പോൾ അതൊരു ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് മാറ്റുകയാണ് നമ്മളുടെ ലീഡേഴ്സ് ആദ്യം ചെയ്യേണ്ടത്. അത് മാറ്റിയെടുക്കുക. അവര് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ സാമ്പത്തികമായിട്ടോ മറ്റൊന്നും അവർ നമ്മൾ ഉയർത്തി കൊണ്ടുവന്നെങ്കിൽ ഇത് അവർ മാറ്റിയെടുക്കാനായി
ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വാണിമേലിലെ പറഞ്ഞോളൂ. വാണിമേലിലെ ഈ സംഘർഷത്തിന്റെ ഈ ഒരു കാലത്തെ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു അനുഭവം വാസുവേട്ടന് ഉണ്ടായിട്ടുണ്ട് കല്ലാച്ചി വെച്ചിട്ട് അല്ലെ? അത് അതെ അതെ അതെ. അന്ന് നമുക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളാണ് വാസുവേട്ടനെ രക്ഷപ്പെടുത്തിയത്. അതിനെ കുറിച്ചൊന്ന് പറയോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘർഷങ്ങളാണ് എന്നെ അവിടെ നിന്ന് മാറ്റുന്നത്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ എന്നെ ഒന്നും ആരും ചെയ്യില്ല എന്നുള്ള എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ മുകളിൽ എനിക്ക് എവിടെയും പോയി വരാന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, മുടപ്പള്ളി പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരു അമ്മ വിളിച്ചിട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പൊ നോക്കുമ്പോൾ വീട്ടിലുള്ള ഒരു കൂട്ടിലുള്ള 10-12 കോഴികളെ മുഴുവൻ ആരോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനായതുകൊണ്ടോ എന്തോ അറിയില്ല. ഓക്കെ, പിടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അവിടെ ആ കൂട്ടിന്റെ അടുത്ത് തന്നെ അറുത്ത് അവിടെ ഇട്ടിട്ട് പിന്നെ കോഴിനെ കൊണ്ട് പോയിരിക്കുകയാണ്. കോഴിനെ കൊണ്ടുപോയത് എനിക്ക് ആകെ 2 മുണ്ടുണ്ട്. അപ്പോളെ പോകുമ്പോ ഒന്നിൽ കെട്ടി അയലിട്ട മുണ്ടാണ്, അതിൽ കെട്ടി കൊണ്ടുപോയി. മാത്രമല്ല, അത് ഞങ്ങൾ കുളിക്കുന്ന പുഴക്കടവില് പിന്നെ അവിടെ വെച്ചാണ് ഇതിനെ ക്ലീൻ ചെയ്ത്. ആ പുഴ കര മുഴുവൻ ഇതിന്റെ തൂവല്. ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം. അപ്പൊ അതൊരു കേസും കാര്യമൊക്കെ കൊടുത്ത്, ആരാ ആളെന്ന് അറിയില്ലല്ലോ, നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാനേ പറ്റൂ. അപ്പം പെറ്റീഷൻ കൊടുത്തു. അതിന്റെ തുമ്പൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നീട് അത് മനസ്സിലായി എന്ന ആളാ എങ്ങനെയാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും പിന്നെ ആ ഭാഗത്ത് ചിന്തിച്ചില്ല. ഇത് ഇത് കല്ലാച്ചി കഴിഞ്ഞിട്ടാണോ മറ്റേ സംഭവം? അത് ഞാൻ കല്ലാച്ചിയിലേക്ക് വരാം. കല്ലാച്ചി ഉണ്ടായ സംഭവം വെച്ചാൽ, ഞാൻ 91-ല് ഞങ്ങൾ മാറി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ വിൽപ്പന നടന്നിരുന്നു. വിൽപ്പന നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പുതിയൊരു സ്ഥലം മേടിക്കണം. അപ്പൊ അതിന്റെ ആധാരം എഴുതാൻ വേണ്ടി ആധാരം തന്നല്ലോ നമ്മളെ പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ്. അപ്പൊ അവിടെ ഈ എഴുത്തുകാരന്റെ അടുത്ത് ഈ ആധാരം കൊടുക്കണം, അടിയാധാരം തന്നിട്ട് അത് എഴുതാൻ കൊടുക്കണം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചെക്ക് അയച്ചു തന്നിരുന്നു, അത് മാറിയിട്ട് അവരെ വീട്ടിൽ പൈസയും കൊടുക്കണം. ഈ ഒരു ആവശ്യത്തിനാണ്. പക്ഷെ നാട്ടിലന്ന് തിരുവമ്പറമ്പ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, മാറിയിട്ടില്ല. അതിന്റെ ഒരു അസ്വസ്ഥതകൾ മാറിയിട്ടില്ലായിരുന്നു. അപ്പം ബസ്സൊന്നും വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് പിന്നെ നിർബന്ധമായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ശാന്തമാന്നുള്ള നിലക്കാണ് ഞാൻ പോയത്. കുറച്ചൊക്കെ ശാന്തമായിരുന്നു. അത്യാവശ്യം ചില കടകളൊക്കെ തുറന്നിരുന്നു. ഞാൻ കല്ലാച്ചിന്ന് വീണ്ടും നടന്ന് നദാരത്ത് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇതൊന്നും തുറന്നിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ പോയല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കല്ലാച്ചിക്ക് വരുന്ന സമയത്ത് അവിടെ അതുവരെ തുറന്നിരുന്ന കടകളൊക്കെ അടച്ചുപോയി. കടയില്ല, എല്ലാം പൂട്ടി. അപ്പൊ എനിക്കൊരു വല്ലാത്തൊരു മൂകമായ ഒരു അന്തരീക്ഷം തോന്നി. എന്താ പെട്ടെന്ന് ഈ കാലാവസ്ഥ മാറി, പെട്ടെന്ന് കാലാവസ്ഥ മാറും, ഇതെന്ത് സംഭവിച്ചെന്നുള്ള നിലക്കാണ് ഒരു സംശയത്തോടു കൂടിയാണ് പിന്നെ മാർക്കറ്റ് റോഡിലേക്ക് കയറിയത്. മാർക്കറ്റ് റോഡ് കയറി ഞാൻ നമ്മളെ ജീപ്പ് സ്റ്റാൻഡിന്റെ അവിടെ എത്തലോടുകൂടി എന്നെ ആരോ കൈമുട്ടി വിളിച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു 10-50 ചെറുപ്പക്കാരെന്നെ വളഞ്ഞ് നമ്മളെ ആ ജംഗ്ഷൻ, ജീപ്പ് സ്റ്റാൻഡിന്റെ ആ ജംഗ്ഷനിൽ തന്നെ. അപ്പൊ പെട്ടെന്ന് വളഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്നോട് എന്റെ പേരാ ചോദിക്കുന്നത്. ഞാൻ പേര് പറഞ്ഞു, എവിടെയാ പോയെന്ന് ഞാൻ പോയ സംഗതിയും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് കല്ലാച്ചി തന്നെ ഞാൻ ഈ ഷോണിമ ആർട്സ് നടത്തിയിരുന്നല്ലോ, ആ ഒരു കാലത്ത് കൂടിയായിരുന്നത്. അപ്പൊ ഞാന് എന്റെ ഒരു പരിങ്ങല് ഇനി എനിക്കൊരു രക്ഷയില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. അപ്പം മറ്റു വഴികളൊന്നുമില്ല, ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ വളഞ്ഞിരിക്കുമല്ലേ, എന്തിനാ വളഞ്ഞൊന്നൊന്നുമല്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരാള് ഞാൻ നിൽക്കുന്ന നേരെ ആ കടേന്റെ വിന്നർ ടൈലർ, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, വിന്നർ ടൈലർ, ആ ടൈലർ ഷോപ്പിന്റെ അവിടെ നിന്ന് ഒരാള് ഇവരെ കൈമുട്ടി വിളിക്കുകയാണ്. അയാളോട് പറഞ്ഞ് എനിക്കറിയാവുന്ന അയാളെ ഒഴിവാക്കുന്നത്. അപ്പൊ അവര് നോക്കി ഒന്ന് എനിക്കൊരു ഗ്യാപ്പ് തന്നിട്ട് പോകുമ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് പല സ്ഥലത്തുനിന്നും സംഭവിക്കുന്നത്. അപ്പൊ അന്ന് പല സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിട്ടുണ്ട്, തിരുവമ്പറമ്പ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് മെല്ലെ മുന്നോട്ട് ഇറങ്ങി നമ്മൾ വാണിമേൽ റോഡിന്റെ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര അട്ടാസവും കേട്ട്. പിന്നെ എനിക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള അറിയില്ല, പക്ഷെ വാണിമേലേക്കല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഞാൻ പിന്നെ മെയിൻ റോഡ് വിട്ട് കുറച്ച് ഊടുവഴികളിൽ കൂടിയൊക്കെയാണ് പിന്നെ വാണിമേൽ എത്തുമ്പോഴത്തേക്ക് വാണിമേൽ ഈ സംഭവം അറിയും. എന്നോട് നെടുത്തുംപടിയിലുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇങ്ങനെ
ഞാൻ കല്ലാച്ചിന്ന് തടഞ്ഞിക്കുന്നത് കേട്ടിട്ടല്ലോ. അങ്ങനെ ഒരു അങ്ങനെ അപരിചയം നടന്നത് ഞാൻ പിന്നീട് പലപ്പോഴും പോകുമ്പോ ആ ഒരു ടൈലറിങ് ഷോപ്പിന്റെ മുകളിൽ നോക്കുമായിരുന്നു, അയാൾ അവിടെ ഉണ്ടോ, അയാൾ അവിടെ ഉള്ള ആളാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അയാളോട് ഒരു താങ്ക് യു പറയണ്ടേ, നന്ദി പറയണ്ടേ. പക്ഷെ എനിക്ക് അയാളെ പിന്നെ കണ്ടിട്ടില്ലേ. ഞാൻ ഭൂമിയിൽ നിന്ന് ആദ്യമായിട്ട് കണ്ട ദൈവം എന്നൊക്കെ പറയാവുന്ന ഒരു മനുഷ്യനാണ് അത്. ഈ അതേപോലെ തന്നെ വേറൊരു സംഭവത്തെ കുറിച്ച് വാസേട്ടൻ ഓർമ്മിക്കുന്നുണ്ട്. ഈ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരും വിചാരിക്കാത്ത നേരത്തിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളായിട്ട് മാറുക ചെയ്യും. അപ്പം അതുപോലുള്ള ഒരു ചെറിയൊരു പ്രശ്നത്തിനെ നമ്മുടെ ഹെഡ് മാഷ് ആലിമാഷ് ഒരൊറ്റ അടി കൊണ്ട് പരിഹരിച്ചൊരു കഥ വാസേട്ടൻ ഓർക്കുന്നുണ്ട്. അതെ അതെ അതെ, അത് ഞാന് എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിലെങ്ങാൻ പഠിക്കുന്ന സമയത്താ. 5 തന്നെയായിരിക്കും, കാരണം അച്ഛനുള്ള സമയമാണല്ലോ. അപ്പോ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വഴിക്ക് വെച്ചിട്ട് ഞങ്ങളെ 2-3 പേരാ ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ കുറച്ചൊരു മുതിർന്ന കുട്ടിയാണ്, പിന്നെ ഞങ്ങളെക്കാട്ടും തടിമെടുക്കൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഞങ്ങളെല്ലാം അവൻ അകാരണമായിട്ട് അടിച്ചു. എനിക്ക് 1-2 അടി കിട്ടി, മറ്റുള്ളവർക്കും കിട്ടി. അപ്പൊ അത് പിന്നെ അവനോട് അങ്ങോട്ട് കളിക്കാനൊന്നും പറ്റില്ല, നല്ല ആരോഗ്യമുള്ളായിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നെ ഓടി വീട്ടിലേക്ക് പോകും, ഓരോരുത്തർ വീട്ടിലേക്ക് പോവുക ചെയ്ത്. അതിലിപ്പോ വേറൊരു സംഘർഷമൊന്നുമില്ല. അതിപ്പോ ഞാനും എൻ്റെ കൂടെയുള്ള വേറെ ഹമീദോ അങ്ങനെ 2-3 പേർക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ അടിച്ചത് പിന്നെ പറഞ്ഞ ഒരു കുറച്ച് ശരീരമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഞാനത് വീട്ടിൽ ചെന്ന് വീട്ടില് ഞാൻ കരഞ്ഞോണ്ടാ പോകുന്നല്ലോ. അപ്പൊ അച്ഛൻ വന്ന് അച്ഛനോട് അമ്മ പറഞ്ഞു ഇവനെ ആരും അടിച്ചു കഴിഞ്ഞ് ഇന്നയാളാന്നുള്ള അറിയാം. ഓക്കെ. അപ്പൊ അച്ഛനത് വലിയ സങ്കടമായി. ഞങ്ങൾ അത്രയും പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ. അപ്പൊ ഇനിയൊരു കാര്യം ചെയ്യും, ഞാൻ വൈകിട്ട് ഒരു 4 മണി 5 മണി ആയിട്ടുണ്ടാവും. അപ്പൊ എന്നെയും കൂട്ടി, ഞാൻ വിചാരിച്ചത് എവിടേക്കാ പോകുന്നതെന്നുള്ളതാ, ഓന്റെ വീട്ടിലേക്കാണോ എവിടേക്കാന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ നേരെ എന്നെയും കൂട്ടി പോയത് വയൽപ്പിടിയിലേക്കാണ്. വയൽപ്പിടിയിൽ എത്തുമ്പോഴേ എനിക്ക് കാര്യം കുറച്ചും കൂടി വ്യക്തമാകാൻ തുടങ്ങി. കാരണം അവിടെ ചെറിയൊരു കടയുണ്ട് എൻ്റെ ഉപ്പാക്ക്. ആ കടയിലേക്ക് ഓൻ്റെ അടുത്തേക്കാണോ പോകുന്നതെന്നുള്ള എൻ്റെ സംശയം. പക്ഷെ അവിടേക്കുമല്ല പോയത്, അതിന്റെ തൊട്ടപ്പുറത്തുള്ള പിന്നെ ഒരു മലഞ്ചരക്കടേന്റെ ഒരു ഇരുത്തിയുണ്ട്, ചെറിയ തിണ്ണ. അവിടെ ആലിമാഷ് ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഹെഡ് മാസ്റ്റർ മുണ്ടൽക്കണ്ടി. നേരെ ആലിമാഷ് എടുത്ത് എന്നെയും കൂട്ടിപ്പോയി. അപ്പം മാഷോട് അച്ഛൻ പറഞ്ഞ് ഇവനെ ഈ കുട്ടി അടിച്ചു കളഞ്ഞു, പിന്നെ കരഞ്ഞോണ്ടാ വീട്ടിൽ വന്ന് എന്നോട് പറയേണ്ടിട്ട് വന്നത്. അപ്പൊ മാഷനോട് വെച്ച് എന്തിനാ അടിച്ച്, പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല, എനിക്ക് കുട്ടിക്ക് മറ്റേ 2-3 കുട്ടികൾക്കും അടി കിട്ടി. മോന അതിനായോ എന്നും പറഞ്ഞ് മാഷ അവിടെ നിന്ന് എഴുന്നേറ്റ്, നമ്മള് സാധാരണ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറഞ്ഞ കാട്ടപ്പ ഉണ്ടല്ലോ, അതിന്റെ ഒരു കൊളുന്ത് അവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് പറിച്ച് കടയിലുണ്ടായിരുന്നു, ചെറിയൊരു കുട്ടിക്കടയാണ്. അപ്പൊ അവനെ വിളിച്ച് എന്തിനാ അവനെ അടിച്ചെന്ന് വെച്ച്. ഒന്നും പറയുന്നില്ല, ഉരുണ്ട് കളിക്കുവാണ്. അങ്ങനെ മുട്ടിൻ്റെതായ 2 ഇനിയായിട്ട് ഇവന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടേ പറയാന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് കൊടുത്ത് 2 അടിയും കൊടുത്ത് അപ്പൊ അതടുത്തിരുന്നു. അത് ഞാൻ ഈ പറയാൻ കാരണം പിന്നെ ഈ ഒരു സംഭവം മതി അത് ആളിക്കത്താനുള്ള ഒരു പരിതസ്ഥിതിയുള്ള നാടായിരുന്നു നമ്മള്. അപ്പൊ അത് സമയോചിതമായിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയും ചെയ്തു. ലാസ്റ്റ് ഒരു ചോദ്യമാണ്. ഈ വാസുവേട്ടനെ ഇപ്പൊ വാസുവേട്ടൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിലധികമായിട്ട് ഗൾഫിലാണുള്ളത്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഗൾഫിൽ നിന്നാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാസുവേട്ടന്റെ ഇനിയുള്ളൊരു എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു ഭാവി പരിപാടി എന്താ? എനിക്കങ്ങനെ ഒരു ഭാവി പരിപാടി ഞാൻ ഒരു തീരുമാനമൊന്നും എടുത്തില്ല. ഞാനിപ്പോ ഒരു ജോലിയുണ്ട്, അത് ചെയ്യാം. ഇപ്പൊ നാട്ടിലിപ്പോ ജോലി ഇല്ല. നാട്ടിൽ വന്നാൽ ജോലി എന്താ കൃഷിപ്പണിയൊക്കെയാണ് എന്റെ തന്നെ കൃഷി സ്ഥലത്ത് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യും. അത് കാട്ടു മൃഗങ്ങളൊക്കെ വന്ന് അത് നശിപ്പിക്കും. അതിന്റെ സങ്കടമായിട്ട് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഒന്നുമില്ല, നമ്മളിപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ കലക്ക് നല്ല പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നല്ല
വീട് പുറത്ത് വലിയ ഭംഗിയില്ലെങ്കിൽ ഉള്ളിൽ ചെന്നാൽ വലിയ ഭംഗിയായിരിക്കും. കാരണം അവിടെ ഒരു ഇന്റീരിയർ ഡെക്കറേഷന്റെ ഭാഗമായിട്ട് ഈ പെയിന്റിങ്ങുകൾ വെക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്പിലൊക്കെ അതാണ്. ആർട്ടിസ്റ്റുമാരൊക്കെ യൂറോപ്പിലേക്ക് കുടിയേറുന്നതിന്റെ കാരണം അതാണ്. അവര് നമ്മള് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലല്ല ആളുകൾ അവിടെ കാണുന്നത്. ഒരു ആർട്ടിസ്റ്റിന്റെ പിന്നെ ഹാൻഡ് മെയ്ഡ് അവരെ സ്വന്തമായിട്ടുള്ള വർക്കിന് അവിടെ ഭയങ്കര വാല്യൂ ആണ്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും ആയി. നമുക്കൊരു ആർട്ടിസ്റ്റിന് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ സൈൻ ബോർഡ് എത്തണോ, അല്ലെങ്കിൽ ബാനർ അല്ലെങ്കിൽ ചുമരെത്തി. ഈ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. അതേസമയത്ത് ഇങ്ങനെ ഒരു പിന്നെ നമ്മൾ വലിയ മുതൽ മുടക്കിൽ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്, കോടികൾ മുടക്കി വീടുകൾ ഉണ്ടാക്കുമെങ്കിലും അതിൽ ഈ കലാകാരന്മാരെ പരിഗണിക്കുന്ന രീതിയിൽ കുറച്ച് പെയിന്റിങ്ങുകൾ വാങ്ങി വെക്കാൻ ആളുകൾ തയ്യാറായാൽ അതുപോലുള്ള കലാകാരന്മാർക്ക് എല്ലാവർക്കും അധ്യാപകന്മാരാവാനൊന്നും പറ്റില്ല, ഇത് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് രണ്ടാളെ പെയിന്റിങ്ങുകൾ ഞാൻ മേടിച്ച് എൻ്റെ വീട്ടില്, വലിയ സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിലും എൻ്റെ വീട്ടിലെ ചുമരുമ്മല് അവര് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നാട്ടില് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരച്ച് ജീവിതം കഴിയുന്ന ആൾക്കാർ. അപ്പൊ അവരൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുക ഇതാണ്. അപ്പൊ അങ്ങനെ 2-3 പെയിന്റിങ്ങുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് സദു അലിയൂർ, നമ്മളെ പ്രശസ്തനായിട്ട് വാട്ടർ കളർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ്. അദ്ദേഹം നമ്മളെ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് പെയിന്റിങ് ചെയ്തിരുന്നു. നമ്മുടെ എന്താ മടപ്പള്ളി കഴിഞ്ഞിട്ട് അപ്പുറമുള്ള സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട്. അപ്പൊ അന്ന് ഞാൻ പങ്കെടുത്തിട്ട് അദ്ദേഹം വരച്ചുകൊണ്ടിരുന്ന ഒരു പെയിന്റിങ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ പണ്ട് ആ പൈസ ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയായാലും ഈ കലാകാരന്മാർക്ക് പിന്നെ നാട്ടിൽ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരം ഇങ്ങനെയുള്ള ആളുകള് എന്നുവെച്ചാല് ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ വീട് വെക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവർ കൂടി ചെയ്താൽ അവർക്ക് നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി നമ്മുടെ ചോദ്യ പരിപാടി, അഭിമുഖ പരിപാടി ഏതാണ്ട് ഫിനിഷ് ആവുകയാണ്. ഇനി നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം. ഷഫീന ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. വാസുവേട്ടന്റെ നേതൃത്വത്തിലെ ഒരു സംരംഭം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിരുന്നല്ലോ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ. അത് ഈ സംഭാഷണത്തിൽ എവിടെയും വന്നിട്ടില്ല. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് സംരംഭം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് അവസാനിച്ചാലും സാധാരണക്കാർക്ക് ഒന്നിച്ചു ചേരാൻ, അല്ല ചെറുപ്പക്കാർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാനൊരു ഇടതുപക്ഷ വർക്കറാണ്, മറ്റുള്ളവർ വേറെ പക്ഷത്തായിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ ഒന്നിച്ചിരിക്കാനുള്ള ഒരു വേദി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വേദിയെക്കുറിച്ച് ഞാനും പി കെ ഹബീബും അമ്മറ്റി വക്കീലിന്റെ മകൻ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു പിന്നെ മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ യൂണിറ്റ് രൂപീകരിക്കുക എന്നുള്ള തീരുമാനിച്ച്. അങ്ങനെ ഞാൻ കുറച്ചു കാലം സക്സസ് സ്റ്റഡി സെന്റർ നടത്തിയ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വെച്ച് തന്നെയായിരുന്നു ആ പരിപാടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കടത്തനാട്ട് നാരായണ മാഷായിരുന്നു അത് ഉദ്ഘാടനത്തിന് വേണ്ടിയത് വന്നത്. അപ്പൊ ആ ഒരു പരിപാടി ഈ പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിട്ട് നടന്നിരുന്നു. പക്ഷെ അത് കൈത്തിരി എന്നായിരുന്നു ആ വേദിക്കിട്ട പേര്, കൈത്തിരി. ഇത് കെടാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് നാരായണ മാഷ് പ്രസംഗം അവസാനിച്ച്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് തന്നെ സംസാരത്തിനിടെ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ സംസാരത്തിനിടെ ചെറിയൊരു എന്താ പറയാ വിവാദമായ ഒരു പരാമർശം ഉണ്ടാവുകയും അങ്ങനെ അതോടുകൂടി ആ ഒരു പരിപാടി അവിടെ വെച്ചിട്ട് ബൈൻഡപ്പ് ചെയ്യുക ഉണ്ടായത്. അത് വലിയൊരു വിഷമമുണ്ടായി. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പൊതുവേദികൾ ഇല്ലാതെ കൊണ്ട് നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനൊക്കെ ഒരു വേദി കണ്ടെത്തുകയും, പിന്നെ അതേ സമയത്ത് അണികൾക്ക് അങ്ങനെ ഒരു വേദി ഇല്ലാത്തതും വലിയൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എവിടെ എത്തിക്കാനായില്ല. പക്ഷെ ഇപ്പം കുറച്ചും കൂടി അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇതുപോലെ നമ്മളെ പണിക്കാർ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ
പല ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഈ ഒരു വേദി തന്നെ ഉണ്ടായത് ഈ പറഞ്ഞ ഒരു ആഗ്രഹത്തിന്റെ ഒക്കെ ഒരു പൂർത്തീകരണം തന്നെയാണ്. അത് ഞാൻ അതിൽ ഭാഗവാക്കല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു സംഭവം നടന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം തന്നെയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പം നമ്മള് ഈ ആഴ്ചത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ശരിക്കും ജീവിതത്തിൽ മൊത്തമായിട്ട് ഇപ്പം വെറുതെ ജോലിയായിട്ട് മാത്രം ഈ കലയെ കാണുന്നതല്ല, ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കലയെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അത് മാത്രമല്ല, വാസുട്ടൻ വാണിമേലിന്റെ എല്ലാ ചലനങ്ങളൊക്കെ അടുത്തറിയുന്ന, വളരെ സജീവമായിട്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്. അടുത്ത ആഴ്ച നമുക്കിനി വേറൊരു അതിഥിയായിട്ട് വരാം, വീണ്ടും സംസാരിക്കാം. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി.